സാവിയോന, പ്ലീസ് ക്ലോസ് ദ വിൻഡോ. ഞാനിവിടെ പ്ലീസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് നോക്കിയേ. പ്ലീസ് എന്ന് പറയുന്ന വാക്കിൽ എത്ര സൗണ്ട്സ് ഉണ്ട്? പ്, ല്, ഇ, ഇത്രയും സൗണ്ട്സ് ചേർന്നിട്ടാണ് ഈ വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ സ്മോളസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് യൂണിറ്റിന് പറയുന്ന പേരാണ് ഫനീം എന്നുള്ളത്. ഫനീമിനെ കുറിച്ചുള്ള പഠനത്തെ ഫോണോളജി എന്ന് പറയുന്നു. ഫനീംസ് കൂടി ചേർന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. അപ്പൊ വേർഡ് ഫോർമേഷനെ കുറിച്ചുള്ള പഠനത്തെ മോർഫോളജി എന്ന് പറയുന്നു. വാക്കുകൾ കൂടി ചേർന്ന് സെന്റൻസ് ഉണ്ടാകുന്നു. അപ്പൊ സെന്റൻസിന്റെ സ്ട്രക്ചർ ഫോർമേഷനെ കുറിച്ചുള്ള പഠനത്തെ സിൻടാക്സ് എന്ന് പറയുന്നു. വാക്കുകൾ വെറുതെ കൂട്ടിച്ചേർത്താൽ പോരാ, വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരു മീനിങ് ഉണ്ടാവണം. അപ്പൊ സെന്റൻസിന്റെ മീനിങ്സിനെ കുറിച്ചുള്ള പഠനത്തെ സെമാന്റിക്സ് എന്ന് പറയുന്നു. ഇനി മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് വേണം. അപ്പൊ നമ്മുടെ പ്രാക്ടിക്കൽ കോണ്ടെക്സ്റ്റിൽ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനത്തെ പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ബ്രാഞ്ചായ ലിംഗ്വിസ്റ്റിക്സിന് എന്തു പറയും എന്നുള്ളത് കോമെന്റ് ചെയ്യൂ.